മരിച്ച ബിന്ദുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ കോട്ടയത്തെ തലയോറപ്പറമ്പിലെ വീട്ടിൽ നടക്കും. പ്രതിപക്ഷ നേതാക്കളുടെ സംഘമടക്കം ബിന്ദുവിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി അവിടെ എത്തിയിരുന്നു. ഉള്ളൊരിഞ്ഞുകൊണ്ടാണ് ആ നാട്ടിലുള്ള ആളുകൾ ബിന്ദുവിന് യാത്രാമൊഴി നൽകിയിരിക്കുന്നത്. മക്കളെ ആശ്വസിപ്പിക്കുവാനോ അമ്മയെ ആശ്വസിപ്പിക്കാനോ കഴിയാതെ ബന്ധുമിത്രാദികളും നാട്ടുകാരും ഒരേപോലെ ഉള്ളുലഞ്ഞ് നിൽക്കുന്ന സങ്കടകരമായ ഒരു കാഴ്ചയാണ് ബിന്ദുവിൻ്റെ വീട്ടിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രതിപക്ഷ സംഘം അവിടെ വീട്ടിലും മെഡിക്കൽ കോളേജിലും സന്ദർശനം നടത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചിരുന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, ചാണ്ടി ഉമ്മൻ MLA, ഒപ്പം തന്നെ മറ്റ് MLAമാർ, UDFൻ്റെ ഘടകകക്ഷി നേതാക്കളടക്കമുള്ള സംഘമാണ് ആ വീട്ടിൽ എത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചത്. മക്കളെയും ഒപ്പം തന്നെ ബന്ധുക്കളെയും എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്നറിയാതെ ഉള്ളുലഞ്ഞ് നിൽക്കുകയാണ് ആ പ്രദേശത്തെ ആ നാട് ഒന്നാകെ. ഷൈജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഷൈജു, ഒരു നാടാകെ ഉള്ളുലഞ്ഞ് നിൽക്കുന്ന കാഴ്ച, സങ്കടകരമായ കാഴ്ച. മകളെയും കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോയി മകളുടെ രോഗം ഭേദപ്പെട്ട് തിരിച്ച് പ്രതീക്ഷയോടെ വീട്ടിലേക്ക് എത്താമെന്ന് കരുതിയ ഒരമ്മയുടെ ചേതനയറ്റ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ഒരു വിലാപയാത്രയാണ് ഇന്ന് ആ വീട്ടിലേക്ക് വന്നത്. അതിനെ ഉള്ളുലഞ്ഞ സങ്കടത്തോടു കൂടിയാണ് ആ വീട്ടിലുള്ളവരും നാട്ടുകാരുമൊക്കെ അതിനോട് പ്രതികരിച്ചത്. സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചോ? എന്താണ് അവിടെ നിന്നുള്ള വിവരം? മറ്റൊന്ന്, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ? മറ്റു വിശദാംശം. നാട് ഒന്നാടങ്കം ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ്. കാരണം നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ 11 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കണം എന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും ചടങ്ങുകൾ വൈകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇപ്പോഴും ഇവിടെ ഈ പൊതുദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നേതാക്കളും പ്രവർത്തകരും അതോടൊപ്പം തന്നെ നാട്ടുകാരും അയൽവാസികളുമൊക്കെയായ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് ആളുകളാണ് ബിന്ദുവിനെ ഒരു നോക്ക് കണ്ട് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് എത്തുന്നത്. അല്പസമയങ്ങൾക്ക് മുമ്പ് ജബി മെത്തർ MP എത്തിയിരുന്നു. നേരത്തെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരായ IP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളായ ഷാനിമോൾ ഇസ്മാൻ, ജോസഫ് പാളിക്കൻ, KC ജോസഫ് അടക്കമുള്ളവർ എത്തി അന്തിമോപചാരം അർപ്പിച്ച ശേഷം വീട്ടുകാരെ ആശ്വസിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം സർക്കാർ ഈ കുടുംബത്തെ സഹായിക്കണം എന്നൊരാവശ്യവും അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തു. BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ച ശേഷം മടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഇവിടേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ജില്ലാ കളക്ടറാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നെത്തിയ ഒരു പ്രധാനപ്പെട്ട വ്യക്തി. അദ്ദേഹം ഇവിടെ എത്തി മകളുടെ ചികിത്സയും ഈ കുടുംബത്തിന് നഷ്ടപരിഹാരവും ഉറപ്പുവരുത്തും എന്ന കാര്യം അറിയിക്കുകയും ചെയ്തു. വൈകുന്നേരത്തോടുകൂടി മന്ത്രി VN വാസവൻ വീട്ടിലെത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മറ്റ് സർക്കാർ പ്രതിനിധികളാരും തന്നെ ഇതുവരെ എത്തിയിട്ടില്ല. കളക്ടർ ആണ് ഇവിടെ എത്തി ഭർത്താവ് വിശ്രുതനുമായി സംസാരിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിയത്. ചികിത്സയും മകളുടെ ചികിത്സയും അതോടൊപ്പം തന്നെ ഈ വീടിനുള്ള നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതായിരിക്കും എന്ന കാര്യം അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. ഇപ്പോഴും ഈ പൊതുദർശനം തുടരുകയാണ്. അല്പസമയം കൂടി പൊതുദർശനം നീണ്ടു നിൽക്കും. അതിനുശേഷമാകും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. അജി, ഷൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുമുള്ള ആളുകൾ ബിന്ദുവിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ അടക്കം പിന്തുണ കുടുംബത്തിന് നൽകുന്നുണ്ട്. സങ്കടം പെയ്തുറങ്ങുന്ന ഒരു മേഘാവൃതമാണ് ബിന്ദുവിൻ്റെ വീട്ടിലും ആ നാട്ടിലും ആകെ. എങ്ങനെയാണ് ബന്ധുക്കളെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് അവിടെ ചുറ്റും കൂടിയിരിക്കുന്ന ആളുകൾക്ക് പോലും അറിയില്ല. അത്രയും സങ്കടകരമായ അവസ്ഥ. മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ബിന്ദു കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയത്. അവിടെ ഇത്തരത്തിലൊരു ദാരുണമായ അപകടത്തിൽ ജീവൻ തന്നെ നഷ്ടമായി. വലിയ രീതിയിൽ പ്രതീക്ഷകളോടെ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ അത്താണിയായിരുന്ന ഒരാൾ പെട്ടെന്ന് പോകുമ്പോഴുണ്ടാകുന്ന ഞെട്ടലിൽ നിന്നും ഇതുവരെ മുക്തരായിട്ടില്ല. സ്വന്തം മകന് ജോലി കിട്ടി 1 മാസം മുൻപ് ജോലി കിട്ടുകയും അതിൻ്റെ ശമ്പളം അമ്മയുടെ കയ്യിൽ കൊടുക്കുവാൻ വേണ്ടി ആ മകൻ വീട്ടിലേക്ക്
എത്തുന്നതിനിടയിൽ ആ മകൻ കേൾക്കേണ്ടി വന്നത് സ്വന്തം അമ്മയുടെ മരണവാർത്തയായിരുന്നു. അത്തരത്തിൽ സങ്കടക്കഥകളുടെ അന്തരീക്ഷമാണ് ആ വീട്ടിൽ ഇപ്പോഴും ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ബിന്ദുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും എന്നാണ് യു ഷൈജു അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. യു ഷൈജു, സംസ്കാര ചടങ്ങുകൾ എവിടെയാണ് നടക്കുന്നത്? ഈ ബിന്ദുവിൻ്റെ വീടിനോട് ചേർന്നാണോ അതോ പൊതു ശ്മശാനത്തിലാണോ? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ബന്ധുമിത്രാദികൾ നൽകുന്നുണ്ടോ? യു ഷൈജു, അജി, വീട് എന്ന് പറയുന്നത് 5 സെൻറ്റിൽ ഒരു ചെറിയ വീടാണ് ഉള്ളത്. ഈ വീടിൻ്റെ പരിസരത്ത് ഒരു പൊതുദർശനത്തിനോ സംസ്കരിക്കുന്നതിനോ ഒക്കെയുള്ള സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ മുൻകൈയെടുത്ത് തൊട്ടടുത്തൊരു പറമ്പിൽ പന്തലിട്ട് അവിടെയാണ് പൊതുദർശനം പുരോഗമിക്കുന്നത്. അതിന് തൊട്ട് താഴെ ഈ വീടിനോട് ചേർന്നുള്ള മറ്റൊരു പറമ്പിലാണ് ഈ സംസ്കാരം നടക്കുക. അല്പസമയത്തിനകം ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. വീടിനോട് ചേർന്നുള്ള പറമ്പിൽ തന്നെയാണ് സംസ്കരിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ